ഹായ് ഹലോ വെൽക്കം ബാക്ക്. നിങ്ങളിപ്പോൾ വിചാരിക്കും ആരൊക്കെയാണ് ഇവരൊക്കെ ആരാ? ഇതെല്ലാം എൻ്റെ ആങ്ങളമാരാണ്, രാജേഷും ശംഭുവും അർജുനും. ഞാനും കൂടെ കുറച്ച് ഷോപ്പിങ്ങിന് പുറത്തോട്ട് പോവുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഞങ്ങളുടെ പാട്ട് കച്ചേരി ആവാമല്ലോ. അപ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്താണ് പോകുന്നത്. ഒരു പ്രോപ്പർ ഇൻട്രോ ഒന്നും നമ്മൾ എടുത്തില്ല, കാരണം വൈബൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഇൻട്രോ അല്ലേ. അപ്പോൾ കുറച്ച് പാടി പോവാം. വന്ന പൈങ്കിളിയല്ലേ ഓ ഓ നമ്മള് പൊയ്യമൊക്കെ അറിയിക്കുന്നു കേട്ടോ. ഇത് അറിയിക്കും പൊയ്യമൊക്കെ. ഫോട്ടോ ഇങ്ങെടുത്ത കവർ ഇങ്ങെടുത്ത് സ്നാപ്പ് ചെയ്യണേ. എന്താണ് പെണ്ണേ എന്താണ് മിണ്ടാൻ? എന്നാണ് നിൻ കല്യാണം? കിന്നാരം ശമ്പുടന്റെ കല്യാണമാണ് നവംബർ എത്ര 20. എല്ലാരും വരണം. ഞാനിവിടെ സ്വീറ്റ്സ് വാങ്ങിക്കാൻ റോയലിൽ പോവാം. ഓക്കെ, സീറ്റ് ബോക്സ് ഉണ്ട്. 250 രൂപ അങ്ങെടുക്കാനോ? അല്ലെങ്കിൽ ശംഭുവിന്റെ കല്യാണപ്പാട്ട് കേട്ടില്ലേ കേട്ടില്ലേ എന്റെ കള്ളച്ചെറുക്കന്റെ കല്യാണം, കേട്ടില്ലേ കല്യാണം വേണം. പൂവിരിഞ്ഞു അതിലായിരമാശകളാലൊരു പൊൻപടനീ മണ്ടു ഞാൻ അഴകേ വണ്ടു ഞാൻ. അങ്ങനെ നമ്മള് സ്വീറ്റ്സും പടക്കൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അമ്മ കുറേ ലിസ്റ്റായിട്ട് ഞങ്ങളെ കാത്തിരിപ്പുണ്ടായിരുന്നു. വീണ്ടും വണ്ടിയെടുത്ത് നമ്മൾ പുറത്തോട്ടിറങ്ങി. സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന കൂട്ടത്തിൽ വെറുതെ കിടന്ന് കറങ്ങുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അപ്പോൾ നേരെ പോവാതെ ചുറ്റിയടിച്ച് പോകുന്ന രംഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്ക് ഫസ്റ്റ് തന്നെ പോകാനുള്ളത് പച്ചക്കറി വാങ്ങിക്കാനാണ്. ഇതാണ് നമ്മുടെ ആഞ്ഞിലിമൂട് ജംഗ്ഷൻ. ഇവിടെയാണ് നമ്മൾ മീനും പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വരാറ്. അപ്പം ലിസ്റ്റും പ്രകാരമുള്ള പച്ചക്കറികൾ നല്ലത് നോക്കിയെടുക്കുക, അതാണ് ഒന്നാമത്തെ കാര്യം. ചീഞ്ഞ സാധനമായിട്ട് ചെല്ലാൻ പറ്റില്ല. അമ്മ അത് കൃത്യമായിട്ട് എടുത്തെടുത്ത് പറയാറുണ്ട്. അങ്ങനെ നമ്മൾ വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ച് നല്ല കുട്ടികളായിട്ട് ഇറങ്ങി. അപ്പോൾ ടിക്ക് വേണമെങ്കിൽ കൊടുക്കാൻ ഡു ലിസ്റ്റ് നമ്പർ 1 കഴിഞ്ഞു. ഇതായിട്ട് നമ്മുടെ വീട്ടിലെ പുതിയ വണ്ടി ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കിറ്റിലാണ് TVSൻ്റെ ജുപ്പിറ്റർ. ഇതിൻ്റെ സെയിം വണ്ടി തന്നെയാണ് അജിൻ്റെ വീട്ടിൽ. ആ മരത്തിൻ്റെ ഭംഗി ഇങ്ങനെയുണ്ട്, ഞാൻ അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. നെക്സ്റ്റ് പോകുന്നത് നമ്മളുടെ പള്ളിമുക്കിലുള്ള നമ്മുടെ പാൽ സൊസൈറ്റിയിലോട്ടാണ്. അവിടുന്ന് പാലും വാങ്ങിക്കുക. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് പൊയ്കയിൽ ജംഗ്ഷൻ. ഇവിടെയാണ് ഞങ്ങളുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലമൊക്കെ കാണിക്കുന്നതുകൊണ്ട് എന്താ ഒരു ഗുണം അല്ലെങ്കിൽ രസം എന്ന് വെച്ചാൽ, കുറേ കാലം കഴിഞ്ഞിട്ടൊക്കെ കാണുമ്പോൾ ഒരു രസമില്ലേ. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇപ്പോൾ എടുത്ത് വെക്കുന്നത്. അങ്ങനെ വീട്ടിനോട് ടാറ്റയും പറഞ്ഞ് നമ്മൾ അവിടെയും പാസ് ചെയ്ത് അടുത്ത ജംഗ്ഷനിലോട്ട് പോവുകയാണ്. എന്തിനു വേണ്ടിയായിരിക്കും? ഗസ് ചെയ്യൂ, നിങ്ങൾ ഗസ് ചെയ്യൂ. ഈ ചില്ലുകൂടും കാണിച്ചിട്ട് ഗസ് ചെയ്യാൻ പറഞ്ഞ് എന്നെ അട്ടിക്കണം. ഞങ്ങൾ നാലുമുക്ക് ജംഗ്ഷനിലുള്ള അടിപൊളി പരിപ്പോടെയൊക്കെ വാങ്ങിക്കാൻ വന്നത്. ദീപാവലിയായിട്ട് എന്താ പരിപാടി? വൈകിട്ട് പടക്കം പൊട്ടിക്കണം. അതെ, അതാണ് മെയിൻ പരിപാടി. അതെ, ഓക്കെ, താങ്ക് യു. ഇപ്പം നിങ്ങൾ എൻ്റെ വീടിന് ചുറ്റുമുള്ള ഒരു 4 ജംഗ്ഷൻ കവർ ചെയ്ത് കാണും. പള്ളിമുക്ക് ജംഗ്ഷൻ, നാലുമുക്ക് ജംഗ്ഷൻ, ആഞ്ഞിലിമൂട് ജംഗ്ഷൻ, പൊയ്കയിൽ ജംഗ്ഷൻ. ഇതിനൊക്കെയിടയിലാണ് എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. എന്താ ഒരു ഫീല്. ഇതായിട്ട് നമ്മുടെ വീടിനടുത്തുള്ള കുരിശടി. ഇത് കാണുമ്പോൾ എപ്പോഴും ഒരു നല്ലൊരു ഗുഡ് ഫീലാണ്. കുഞ്ഞിലെ കുറേ നല്ല പാട്ടുകളൊക്കെ ഇങ്ങനെ വൈകുന്നേരം കേൾക്കുന്നതൊക്കെ ഒരു ഫീല്. അപ്പം എൻ്റെ ഫീലൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. കാട്ടിലോട്ട് പോകുന്നൊരു ഫീൽ നിങ്ങൾക്ക് വന്നാൽ തികച്ചും സ്വാഭാവികം മാത്രം. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു ചായ കുടിക്കാം. രാജേശ്വരി ചായ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത്, എന്നാലും അവനാണ് ഇടുന്നത് ഒഫീഷ്യലി. അപ്പോൾ ഒരു ചായയെ കുറിച്ചൊന്ന് ഫ്രഷായിട്ട് നമുക്ക് ദിയെ കത്തിക്കണം, പടക്കം പൊട്ടിക്കണം, കുറേ പരിപാടിയുണ്ട്. അപ്പം വയോ അടുക്കളയിലോട്ട് പോവാം. ഹല ഹലന ഹല ഹല ഹലന പേടിച്ചു. ഹല ഹലന 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 ഹലന. ഓ സ്പൈസസ് ടീ. താങ്ക് യു. അല്ല ആയിട്ട് തരാം കേട്ടോ. ഇത് ഞാൻ എൻ്റെ റെസിപ്പിയാണ് ട്രൈ ചെയ്യുന്നത്. ഏലക്കിട്ടോ
എനിക്ക് കീഴടി എണ്ണ 3 ഇലക്ക് വേണം. അല്ല, ഫോർ 4 പീപ്പിൾ ആകുമ്പോൾ 3 ഇലക്ക് വേണം. അത് മതി, തിളയ്ക്കാൻ പാകമാണ്. ഓ, ഇളക്കിയൊക്കെ ചായക്ക് എനിക്ക് സ്പൂൺ കൊണ്ടൊക്കെ മിക്സ് ചെയ്ത് തരുവാ. ശരിക്കും ഞാൻ ഉണ്ടാക്കുന്നവരുണ്ട്. ഞാൻ ഇങ്ങനെ തന്നെ. ഫിഷാണല്ലോ. ഫിഷ് എല്ലാ സൈക്കി ഇളക്കാണ് പറ്റാത്തത് കേട്ടോ. ചായയിൽ പാലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് കഴിയുമ്പോൾ രാജേഷ് അടിച്ചു തരാന്നാ പറയുന്നത്. ഫിഷാണല്ലോ. ഹായ്, ചായ കുടിക്കാം. സ്വന്തമായിട്ട് ഉണ്ടാക്കി ചായ ടേസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം തന്നെ. ജസ്റ്റ് സെലക്ട്. വാവ്, ഓ ഭീകരല്ലേ. ഈ പീസാണ് ഞാൻ ട്രൈ ചെയ്യട്ടെ. ഓ ഭീകരം. കറക്റ്റാ മസാല ടേസ്റ്റ് ഒക്കെ. മസ്റ്റ് ട്രൈ. ഞങ്ങൾ ഇപ്പോഴാണ് ശരിക്കും ആ ഒരു ദീപാവലിയുടെ ആ ഒരു മൂഡിലോട്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് ചിരാതെ കത്തിക്കണം. അതിന് മുന്നേ അച്ഛൻ വിളക്കൊക്കെ ഒരുക്കി കൊളുത്തുകയാണ്. ഇനി ഞാനും രാജേഷൂടെ ഈ ചിരാത് എപ്പോഴും നമ്മൾ തൃക്കാർത്തികയ്ക്കും ദീപാവലിക്കും ഒക്കെ എടുത്ത് കഴുകാതെ ചിലപ്പോൾ മാറ്റി വെക്കും. കഴുകിയത് കാണും. ഒരുപാട് ക്വാണ്ടിറ്റി ഒക്കെ വെക്കണമെങ്കിൽ കുറേ കഴുകണമല്ലോ. അപ്പോൾ പഴയ കിടന്നതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ട് ഫുൾ വീടിൻ്റെ ആ ഏരിയയിലൊക്കെ വെക്കാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെ ഫൈനലി എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം കൊളുത്താൻ പോവുക. അപ്പോൾ എല്ലാവരും കൂടിയിട്ടുണ്ട്. ഞാൻ എല്ലാവരെയും ആ ഒരു ഫ്രെയിമിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇരുട്ടായതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് കാണുന്നില്ലെന്ന് എനിക്കറിയാം. എന്നാലും അതൊക്കെ ഒരു ഫീലാണല്ലോ. കുഞ്ഞിലെ തൊട്ടേ ഉള്ള ഒരു ശീലമാണ് ദീപാവലിക്ക് ഈ വിളക്ക് കത്തിക്കുക എന്നുള്ളത്. കാരണം വീട്ടിലത് അമ്മ മുടങ്ങാതെ ചെയ്യും. ഇൻ കേസ് അമ്മ അത് മറന്നാലും നമുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ വിളക്ക് കത്തിച്ച് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയല്ലേ. ഭംഗിക്ക് ഉപരി എന്തൊക്കെ കുറേ ഫീലിങ്സ് മനസ്സിലോട്ട് വരും. അങ്ങനെ ആ ഒരു വെട്ടമൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുക എന്നൊക്കെ പറയുമ്പം രസമാണ്. അതാണ്. അങ്ങനെ ഞാനും രാജേഷും അമ്മയും അച്ഛനും എല്ലാവരും ചേർന്ന് ഫുൾ കംപ്ലീറ്റ് ഏരിയയും കൊളുത്തി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. എല്ലാ വർഷവും ഇതിങ്ങനെ കൊളുത്തുമ്പോൾ അമ്മയെടുത്ത് ഞാൻ പറയും, അടുത്ത കൊല്ലം നമുക്ക് കുറച്ചും കൂടെ സ്റ്റോക്ക് ചെയ്തിട്ട് മുകളിലും സൈഡിലും ഒക്കെ വെക്കണമെന്ന്. അങ്ങനെ ഓരോ വട്ടത്തെ എൻ്റെ അമ്മയുടെ റീപർച്ചേസാണ് ഇവിടെ ഇപ്പോൾ ഇത്രയും ചിരാതെങ്കിലും ഉള്ളത്. പിന്നെ ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ പൊട്ടിയൊക്കെ പോവും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് റീസ്റ്റോക്കൊക്കെ ചെയ്താലും പിന്നെയും നമ്മുടെ നമ്പറൊക്കെ കുറയും. അങ്ങനെ ആ ഒരു വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയില്ലേ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എത്ര പേർക്കാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ഗുഡ് ഫീൽ കിട്ടുന്നത്. എനിക്കിത് ഭംഗിയിലുപരി ആ ഒരു ഗുഡ് ഫീലാണ് ശരിക്കും തരുന്നത്. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി വേണം നമുക്ക് പടക്കങ്ങൾ ഓരോന്നായിട്ട് പൊട്ടിക്കാൻ. അപ്പോഴാ ഒരു ദീപാവലിയുടെ ഫീൽ വരത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഓലപ്പടക്കവും ഏറുപടക്കവും പൂത്തിരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഓരോന്നായിട്ട് പൊട്ടിക്കാം. ശരിക്കും ഭയങ്കര സൗണ്ട് കേട്ടോ. നമ്മൾ ഈ സെയിം പടക്കം വാങ്ങിക്കുന്ന അവിടുന്ന് എല്ലാം കേട്ടോ. പക്ഷെ വലിയ സൗണ്ട് നമ്മുടെ ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന ചക്കവള്ളിന്ന് പുതിയ സ്റ്റോക്കായിരിക്കും. പുക നോക്ക്, പുക. കല്ല് പൊട്ടി എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ പക്ഷേ ഇത് ഭയങ്കര പേടിയാന്ന് തോന്നുന്നല്ലോ. ഭയങ്കര അരെ കാറൊക്കെ അത് വേറെ പടക്കമാ. അത് മറ്റേ ഏറ് പടക്കം, ബീഡിപ്പടക്കം. പുകയാണോ വരുന്നേ? അട്ടപ്പടക്കം. കഴിഞ്ഞു ഗൈസ് എന്റെ പരിപാടി. വിഷമം തീർക്കാൻ തോന്നുന്നു. വൈരാഗ്യം തീർത്ത് പടക്കം പൊട്ടിക്കുക.
നമ്മളിനി കുറച്ച് അട്ടപ്പടക്കം പൊട്ടിക്കാൻ പോവാണ്. എന്ത് ഭയമോ. നമുക്കിനി ഈ സാധനം പൊട്ടിക്കാം. താഴോട്ട് പോയി. അജില്ല അല്ല ഇവിടെ മതി. നല്ല ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. മോഹൻലാലിന്റെ ആളാണ്. സാധനമുണ്ട് മാറെങ്ങനെ Come on. അയ്യോ അത് മൃഗീയമായി പോയി. ഇപ്പോഴായിട്ട് ചെവി നാശമായിട്ട് 100 കണ്ടുണ്ട്. അത് കുറച്ച് മാരകമായി പോയിട്ടോ. അടുത്തേനുള്ള അത് ചത്തു വളർന്നേ. ചീറ്റി പോയില്ലേ അത്? ഇല്ല ചീറ്റിയൊന്നുമില്ല. ആ കത്തി കത്തി അച്ഛൻ്റെ എന്താ ഇതിന് പുക നോക്ക്. എനിക്ക് വീഡിയോ അല്ല ഫോട്ടോ വേണ്ട. എന്റെ ദേഹത്തോട്ട് മാറിയോ? 100 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
പോട്ടെ പോട്ടെ എടുത്തോ തേങ്ങ എടുക്കത്തില്ലല്ലേ ആരോട് ഫോട്ടോ നോക്കിക്കോ അടിതാ ഫോട്ടോ നീ കൈ വിടർത്തി വെച്ചേക്കോ നേരെ അത് വെച്ച് അത് അടുപ്പിച്ച് പിടിച്ചേ വിതൗട്ട് സ്വീറ്റ്സ് എന്ത് ദീപാവലി അല്ലേ. നമ്മൾ ഓൾറെഡി സ്വീറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തായിരുന്നു. എല്ലാവരും കൂടെ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്രതീക്ഷിതമായി അജിനും വർക്ക് കഴിഞ്ഞെത്തി. അപ്പോൾ കൂടുതൽ സന്തോഷം. പടക്കം എല്ലാം പൊട്ടിച്ച് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നിന്ന് കുറേ സ്വീറ്റ്സ് ഒക്കെ കഴിച്ചു. വളരെ സ്വീറ്റായിട്ട് ഈ ഡേ അങ്ങോട്ട് അവസാനിച്ചു. നമ്മുടെ ശരിക്കുള്ള ദീപാവലി ദിവസം ഇവിടെ തുടങ്ങുകയാണ്. റൂമിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കിടിലം പിങ്ക് ലൈറ്റ് ഉണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇനി പോയി നല്ല ഫ്രഷ് ഒക്കെ ആയിട്ട് വരാം കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒന്ന് കുളിച്ച് ഫ്രഷായി ഞാൻ ഒരു ഗോപിപ്പൊട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഇവിടെ എല്ലാവരും അവരുടേതായ ജോലികളിൽ എൻഗേജ്ഡാണ്. രാജേഷ് തൊട്ട് ബാക്കിലിരിപ്പുണ്ട്. അച്ഛൻ അമ്പലത്തിൽ പോയി, അമ്മ കിച്ചണിലാണ്. അങ്ങനെ നല്ലൊരു ദീപാവലി ദിവസം തുടങ്ങുന്നു. ഇന്നലെ വൈകുന്നേരം തൊട്ട് നമ്മൾ ആക്ച്വലി ആഘോഷിച്ച് തുടങ്ങി. വൈകുന്നേരം തൊട്ടൊക്കെയാണല്ലോ ദീയൊക്കെ കത്തിച്ച ആ ഒരു ലൈറ്റും പടക്കവും അടിപൊളിയായിരുന്നു. പക്ഷെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ എനിക്കൊരു വിഷമമുണ്ട്. ഇന്ന് വൈകുന്നേരം എന്ത് ചെയ്യുന്നു, ആരെങ്കിലും സോപ്പ് ഇട്ട് നമുക്കൊന്ന് നോക്കാം ഇന്നും കൂടെ പടക്കമൊക്കെ വാങ്ങിക്കാൻ പറ്റുമോയെന്ന്. അങ്ങനെ വീടിൻ്റെ മുറ്റത്തോടെ ഇങ്ങനെ ഉലാത്തിക്കൊണ്ട് നിൽക്കുന്നു. ഇനി എന്തെങ്കിലും കഴിക്കണം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ് അമ്മ ഇതാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പം ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാം. എനിക്ക് അറിയാം കുറേ നാളിന് ശേഷമായിരിക്കും ഞാൻ എൻ്റെ ഒരു വ്ളോഗ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. കുറേ കാരണങ്ങൾ കൊണ്ട് കറക്റ്റായിട്ട് ഇടാൻ പറ്റിയില്ല. ആക്ച്വലി ഓണം വ്ളോഗ് പോലും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. കുറച്ച് ഡിലേ ആയാലും ഇതെല്ലാം ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവരും കാണുക. ഇതൊക്കെ ഒരു മെമ്മറി അല്ലേ, കുറേ നാൾ കഴിഞ്ഞ് നമുക്ക് തന്നെ എടുത്ത് കാണുമ്പോൾ ഒരു രസമുള്ള മെമ്മറി. അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാനിനി അകത്തോട്ട് പോട്ടെ. നമുക്കിനി ബാക്കി കാഴ്ച കാണാം. എത്ര പേർക്കൊക്കെ ഇതൊരു ഫീലായിട്ട് തോന്നുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ മുറ്റം, എസ്പെഷ്യലി ഞങ്ങളുടെ വീട്ടിലെന്ന് പറയുമ്പോൾ ഇങ്ങനെ കല്ല പലയിടത്തും ഇൻ്റർലോക്കും മറ്റേ അല്ലാത്ത ടൈപ്പ് ഓഫ് മുറ്റമൊക്കെ ഒരുക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ ശരിക്കും മിസ്സാകുന്നുണ്ട്. പക്ഷെ വീട്ടിൽ വന്നിങ്ങനെ മുറ്റത്ത് നടക്കുമ്പോൾ ഒരു ഫീലാണ്. പഴയ ഒരുപാട് ഓർമ്മകളുള്ള ഞങ്ങളുടെ വലിയ മുറ്റം. ഇത് മുറ്റം അടിക്കുന്നതൊക്കെ എനിക്കൊരു ടാസ്ക് ആയിരുന്നെങ്കിലും പക്ഷെ ഇപ്പം സ്റ്റിൽ ഐ മിസ് ഓൾ ദോസ് ഡേയ്സ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാവ് താണ്ട് ഇങ്ങനെ കവർ ചെയ്ത് കിടക്കുമായിരുന്നു. ഒരു 1 ഇയർ മുന്നേ നമ്മളത് മുറിച്ചു. അപ്പം ആ ഒരു ഭംഗി കുറച്ച് കുറഞ്ഞു. സ്റ്റിൽ വീടിപ്പോൾ ക്ലിയർ ആയിട്ട് കാണാം. എന്നാലും അതൊക്കെ ഞാൻ മിസ് ചെയ്യുന്ന പോലെ. നല്ല ഭംഗിയുണ്ടല്ലോ ഇങ്ങനെ കാണുമ്പോൾ. നമുക്ക് ഉള്ളോട്ട് പോവാം. ഞാൻ മാത്രമല്ല, ഇവിടെ വേറൊരു ഗോപിക്കണ്ണനുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ പറഞ്ഞില്ലേ നല്ല സുടുസുടാ ഇഡ്ഡലിയും ദോശ ഉണ്ടോ? ഇഡ്ഡലി ആയിട്ടുണ്ട്, സാമ്പാറായിട്ടുണ്ട്, ആവി വറുക്കുന്നുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് പരിപാടി? 11 മണിയായപ്പോഴാണ് ഗുഡ് മോർണിംഗ്. താങ്ക്സ്. ഓക്കെ, ശരി, ബൈ. കഴിച്ചോളൂ. കഴിക്കാം. നോ മോർ കമൻസ്. കറി സാമ്പാറല്ലേ? സാമ്പാറും ചമ്മന്തി. സാമ്പാർ എത്തി, ചമ്മന്തി എത്തി, പാത്രം എടുത്തില്ല, ഇഡലി എത്തി. സോ ദിസ് ഈസ് അവർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ. ഹായ്, കാണാൻ കൊള്ളാമല്ലോ ഇങ്ങനെ 3 കളറായിട്ട്. ഇത്രയും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനല്ല, ഉച്ചക്കത്തേക്കും കൂടാണ് അങ്ങനെ കുറേ ഏറെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് മിക്ക വീടുകളിലും അത്യാവശ്യം വിശേഷ ദിവസങ്ങളിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുകിൽ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി ആയിരിക്കുമല്ലോ. ഞാൻ എപ്പോഴും ആലോചിക്കും അതെന്താണ്. ഇനി അമ്മമാർ എളുപ്പപ്പണിക്ക് ചെയ്യുന്നതാണോ അതോ ഇനി വല്ല റൂൾസാണോ ഇനി അറിയില്ല. ഇതൊന്ന് മാറ്റിയെടുത്തിട്ട് വല്ല പൂരിയോ ഇടിയപ്പോ ഒക്കെ ആക്കാൻ പറയണം. അങ്ങനെ ഞങ്ങൾ 3 പേരൂടെ എൻജോയ് ചെയ്തിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ട് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. എനിക്ക് അറിയത്തില്ല അത് എങ്ങനെ വരും, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. പക്ഷേ ഇപ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ അത് ഉണ്ടാക്കിയ നന്നായിട്ട് വന്നിട്ടുണ്ട്. എന്താണെന്ന് കാണിച്ചു തരാം. ദിസ് ഈസ് ദി ഐറ്റം, നമ്മുടെ ജിലേബി. ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള ജിലേബി ഇല്ലേ, ഫസ്റ്റ് ട്രൈ ആണ്. ഇങ്ങനെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് കൂടിയില്ല. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും നന്നായിട്ട് വരുമെന്ന് ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഭയങ്കര ഹാപ്പി ആയിപ്പോയി. അപ്പോൾ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ഞാനിതിൻ്റെ റെസിപ്പി ഇടാം. കണ്ടോ ആ ഒരു ഷേപ്പൊക്കെ വന്നതാണ്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത് ശബ്ദം നോക്കണേ. ക്രിസ്പിയാണോ, അകത്ത് നല്ല ജ്യൂസിയാണോ. അപ്പം ദീപാവലിയായിട്ട് ഞാനും ഉണ്ടാക്കി സ്വീറ്റ്.
ഞാൻ എല്ലാവർക്കും കൊടുക്കട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടും തോന്നുന്നു. എനിക്കിഷ്ടമാണ്. അത് ഫോട്ടോ എടുക്കാൻ വേണ്ടി വെളിയിലോട്ട് ഇറങ്ങി. അപ്പോൾ ആ ഒരു കളറാണ്, അത് വേറെ ആഡഡ് കളർ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ, കഴിക്കാനും അടിപൊളിയാണ്. സോ ഒരു ഹാപ്പി സക്സസ് ആയിരുന്നു ഇത്. എല്ലാവരും കൊടുക്കട്ടെ, അവർക്കൊക്കെ ഇഷ്ടമായെന്ന് ചോദിക്കാം. ഐ മേഡ് ദിസ്. ടെസ്റ്റ് ചെയ്തിട്ട് പറയുന്നുണ്ടെന്ന്. നല്ലല്ലേ? ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ഭയങ്കര രസമല്ലേ? കളറൊന്നും നമ്മൾ ഇട്ടിട്ടില്ല, പക്ഷെ രസമില്ലേ ഇത് കാണാൻ? ആ ഏലക്കയുടെ ഒക്കെ ടേസ്റ്റ് ഇല്ലേ? വാവ്, ആഗ്രഹം തോന്നി നമ്മൾ ഉണ്ടാക്കണം. ഒരു 10 മിനിറ്റിലും ഞാൻ പറഞ്ഞ കാര്യമല്ലേ ഇത്. കയ്യിൽ 2 ജിലേബി. ബൈ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. അല്ലയോ? പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ജിലേബി വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലതല്ലേ? മധുരം ഉണ്ടോ? ഏലക്കയുടെ ടേസ്റ്റ് ഉണ്ടോ? ദിസ് ഈസ് അവർ കിവി. കിവി, ഡു യു വാണ്ട് ജിലേബി? കിവി കുട്ടാ. കിവി ഇന്നലത്തോടെ നോക്കാം, കാണിക്കാൻ വേണ്ടി നോക്കൂ, പക്ഷെ അവനെ കാണുന്നില്ല. നമ്മ കൊടുത്തു കഴിക്കുമോ നോക്കട്ടെ. കഴിച്ചോടാ കിവു. ഇതാണ് അമ്മയുടെ കിവു. ഞങ്ങൾ കിവിന്നും കിവൂന്നും ഒക്കെ വിളിക്കും. ആ കിവിക്ക് ഇഷ്ടായി, കിവിക്ക് ഇഷ്ടായി. എടാ കിവു, കിവുക്കുട്ടാ. ഇവിടെ ജിലേബി തിന്നുക. ഇയാളാണ് ഇവിടുത്തെ മെയിൻ. അച്ഛൻ വീട്ടിലില്ല, അതുകൊണ്ട് അച്ഛനും വൈകുന്നേരം വരുമ്പോൾ അജിനും കൊടുക്കാനുള്ള ജിലേബി ഞാൻ ഭദ്രമായിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി പീസ് നമ്മൾ 3 പേരും കൂടെ എൻജോയ് ചെയ്ത് കഴിക്കുകയാണ്. ശരിക്കും 2 പേർക്കും ഇഷ്ടപ്പെട്ട്, എനിക്ക് അതിലേറെ ഇഷ്ടപ്പെട്ട്. അപ്പോൾ നമ്മൾ ജിലേബി കഥ അവിടെ കഴിയുന്നു. പിന്നെ കുറച്ച് നേരം വീഡിയോസ് എന്തെങ്കിലും കാണാമെന്ന് വിചാരിച്ചപ്പോൾ രാജേഷ് ഒരു മൂവി സജസ്റ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരം അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അടുക്കളയിൽ നിന്നൊരു വിളി വന്നു, എത്രയും വേഗം അത് തോരനരിഞ്ഞ് തരണം, തന്നെ എനിക്ക് വയ്യാന്ന്. അത് അമ്മയുടെ സ്ഥിരം ഒരു പരിപാടി. എന്തെങ്കിലും എന്നെക്കൊണ്ടൊന്നും ചെയ്യിപ്പിച്ചില്ല എനിക്ക് സമാധാനം ആവില്ല. എല്ലാ അമ്മമാരും എങ്ങനെയല്ലേ? ക്യാബേജ് തോരനായിരുന്നു എൻ്റെ ടാസ്ക്. തോരൻ ഉണ്ടാക്കേണ്ടതെന്ന് അരിഞ്ഞു കൊടുത്താൽ മതി. ബേസിക്കലി അമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ കഥയൊക്കെ പറഞ്ഞിരിക്കണം. അതിനാണ് ഈ വിളിക്കുന്നത്. നമ്മൾ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഉടനെ TV അല്ലെങ്കിൽ ഫോണ് നമ്മുടെ കൂടെ ഒന്നും ടൈം സ്പെൻഡ് ചെയ്യാറില്ലെന്ന്. ആവശ്യം അങ്ങോട്ട് മാറാം. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് നേരം പോയി കിച്ചണിലൊക്കെ കറങ്ങി നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ഏകദേശം കിച്ചണിലെ പരിപാടിയെല്ലാം കഴിഞ്ഞായിരുന്നു. എത്ര സദ്യ എന്ന് പറഞ്ഞാൽ മീൻ വറുത്തതിന് കിട്ടുന്നൊരു വൈബ്. ഇവിടെ പരിപ്പാകുന്നു, ഇവിടെ മീൻ വറുത്തയാകുന്നു, ഇവിടെ തോരനാകുന്നു. എല്ലാം റെഡി, ഓൾ സെറ്റ്. സദ്യ കഴിക്കാൻ, സദ്യ എന്ന് പറയാൻ പറ്റില്ല, മിനി സദ്യ. എല്ലാം ചൂടായിരിക്കണം കഴിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ദീപാവലി സ്പെഷ്യൽ സദ്യ, അമ്മയുടെ ഒരു മിനി സദ്യ. പരിപ്പ്, നമ്മുടെ സാമ്പാർ, മോര് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് വീട്ടിലെ ലഞ്ചിൻ്റെയൊക്കെ പ്ലേറ്റ്. പക്ഷെ ഞാൻ ഈ പ്ലേറ്റ് കഴിക്കാറില്ല. എനിക്ക് എൻ്റെ കുഞ്ഞ് പ്ലേറ്റ് കഴിക്കുമ്പോഴാണ് ഒരു സുഖം വരുന്നത്. അങ്ങനെ അച്ഛനും വന്നിരുന്നിട്ടുണ്ട്. അച്ഛൻ രാവിലെ അമ്പലത്തിൽ പോയേക്കുവാണ്. അച്ഛനൊരു ഉച്ച വരെ അമ്പലത്തിൽ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ പ്ലേറ്റ് ഓഫ് ദി ഡേ. ഫിഷ് ഫ്രൈ, നമ്മുടെ സദ്യയിലെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസും പരിപ്പും പപ്പടവും ഒക്കെ ആയിട്ട് കഴിച്ചു. എനിക്ക് ഈ ഫ്രെയിം ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ 4 പേരും ഒരുപാട് നാളിന് ശേഷം ഒരുമിച്ച് നിന്ന് കഴിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്രിഡ്ജിൽ കുറച്ച് ഐസ്ക്രീം ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും ഫ്രിഡ്ജിൽ കാണും. അന്നേരം ആ ഐസ്ക്രീമും എടുത്തിട്ട് രാജേഷിൻ്റെ അടുത്ത് നേരെ പോയി. ഇനി കുറച്ച് നേരം സൊറയൊക്കെ പറഞ്ഞിരുന്ന ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേ അടിപൊളി മഴയുടെ സൗണ്ട്. വേഗം സിറ്റൗട്ടിലോട്ട് ഓടി. മഴയൊക്കെ കണ്ടു കഴിഞ്ഞ് നല്ല ഉറക്കമായിരുന്നു. ഉറക്കമൊക്കെ ഉണർന്ന് വന്നപ്പോഴത്തേക്ക് ചായയും നല്ല അച്ചപ്പമൊക്കെ ആയിട്ട് സിറ്റൗട്ടി റെഡി ആയിട്ട് അച്ഛനും അമ്മയും ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ നമ്മളും കൂടെ അവിടെ പോയിട്ട് അവരുടെ കൂടെ ജോയിൻ ചെയ്തു. ഇതാണ് അച്ഛൻ്റെ അമ്മയുടെ മെയിൻ ആൾക്കാർ, കിങ്ങിണിയും കിവുവും. കിവുവിൻ്റെ അമ്മയാട്ടോ ബൈ ദ വേ കിങ്ങിണി. അപ്പോൾ അമ്മ അവർക്ക് കഴിക്കാൻ അച്ചപ്പമൊക്കെ കൊടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ടൈം കഴിയുമ്പോൾ നമ്മുടെ പേരൻസൊക്കെ പെറ്റ്സിനോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് വരും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. പണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും പട്ടിയോടോ പൂച്ചയോടോ അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഓരോ കാലത്തിൻ്റെ മാറ്റങ്ങളെ. കാരണം അവർ നമ്മളുടെ ഒരു കുഞ്ഞുനാളിലെ കളികളും ചിരികളും കാണുന്ന ക്യൂരിയോസിറ്റിയിൽ ഇപ്പോൾ ഇവരെ കളിപ്പിക്കുന്നത്. അങ്ങനെ അമ്മയ്ക്ക് വിളക്ക് കൊളുത്താനൊക്കെ ഉള്ള നേരമായപ്പം അമ്മ അങ്ങോട്ട് പോയി. അച്ഛൻ വൈകിട്ട് അമ്പലത്തിലോട്ട് പോകാൻ ഇറങ്ങുകയാണ്. അച്ഛൻ ഇപ്പോൾ അമ്പലത്തിൽ കുറേ തിരക്കുള്ള സമയമാണ്. അത് എസ്പെഷ്യലി ദീപാവലിയും കൂടെ ഒക്കെ ആയതുകൊണ്ട്
ഇവിടെ ശരിക്കും ഇപ്പോൾ രണ്ടുപേരുടെ അക്രമം നിങ്ങൾക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും. ക്യൂ അമ്മയും കൂടെ എപ്പോഴും തല്ലുപിടുത്തമാണേ. ചായയെക്കുറിച്ച് നല്ല എനർജി ആയിട്ട് വെളിയിൽ നിന്ന്. അപ്പം വീണ്ടും മഴ തുടങ്ങി, ഒന്ന് മാറിയതായിരുന്നു, ഇപ്പോൾ വീണ്ടും പെയ്തു തുടങ്ങി. ഇനി ഞങ്ങളുടെ വക, എൻ്റെ രാജേഷിൻ്റെ വക കുറച്ച് കുക്കിംഗ് ആണ്. ചിക്കൻ വാങ്ങിക്കാൻ പോയിട്ടുണ്ട്, അവൻ കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഞാൻ 1-2 കറികളുണ്ടാക്കി നമുക്കൊന്ന് മീൽ പ്രിപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. അതാകുമ്പോൾ ഞാൻ പോയി കഴിഞ്ഞാലും എൻ്റെ സ്വാദിഷ്ടമായ ഫുഡ് അവർക്ക് കഴിക്കുകയല്ല. അങ്ങനെയല്ല, അവന് ഞാൻ ഉണ്ടാക്കിയ ചില കറികൾ ഇഷ്ടമാണ്. അപ്പോൾ അവൻ പറഞ്ഞു ഒന്നാക്കിയാൽ നല്ലതായിരിക്കും എന്ന്. എന്തായാലും ചിക്കൻ വാങ്ങിക്കാൻ പോകുമ്പോൾ ഞാനിപ്പോൾ ഫ്രീ ആണ്, നൈറ്റാവും ആദ്യം വർക്ക് കഴിഞ്ഞിട്ട് വരാനായിട്ട്. അപ്പോൾ നമുക്കതൊന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി അതായിരിക്കും, കുക്കിംഗ് ആയിരിക്കും നിങ്ങളിനി കാണാൻ വേണ്ടി പോകുന്നത്. അതിന് മുന്നുള്ള നമ്മുടെ വെജിറ്റബിൾ, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്നാക്കാം. അപ്പം കിച്ചണിലോട്ട് പോകാം. എനിക്കിന്ന് ഒന്നും കൂടെ മറ്റേ പൂത്തിരി കത്തിക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന്, പക്ഷേ ക്ലൈമറ്റ് സമ്മതിക്കുമെന്ന് അറിയാണ്ട് ഇപ്പം തന്നെ വീണുകൊണ്ടിരിക്കുക മഴ. ഓക്കെ എന്തായാലും. അപ്പോൾ ഇനി കുക്കിംഗ്. കമോൺ, നമുക്ക് മഴ ആക്ക്. ചാറിയിരിക്കുന്ന മഴ. ഈ മഴ പെയ്ത് കിടക്കുന്ന മുറ്റം കാണാൻ ഭയങ്കര രസമാണ്. എനിക്ക് ആ ഒരു ഫീൽ ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ ചാറ്റമഴയായാലും നമ്മൾ നനയും. അങ്ങനെ ഹെൽപ്പറും കുക്കറും കൂടെ ഇവിടെ ജോലി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഭയങ്കരമായിട്ട് കഥയൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്യാണ് ചെയ്യുന്നത്. ശരിക്കും ക്ഷീണമൊക്കെ ആവുന്നുണ്ട്, എന്നാലും ഇതൊക്കെ ഭയങ്കര രസമുള്ള പരിപാടികളല്ലേ. രാജേഷ് ഈസ് ക്ലീനിങ് ചിക്കൻ. ഞാനിവിടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ക്ലീൻ ചെയ്യുന്നു. ഓൾറെഡി സവോള കട്ട് ചെയ്ത് വെച്ചു. എൻ്റെയും രാജേഷിൻ്റെയും ശക്തമായ കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അടുക്കള ഇനി ഒരു പാത്രമില്ല ഇറങ്ങാൻ. ഇത് ചിക്കൻ പെരട്ടിനും ഇത് ചിക്കൻ റോസ്റ്റിനും ഇത് ചിക്കൻ പെരട്ടിനും സെപ്പറേറ്റ് പെരട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം നമ്മൾ ഓൾമോസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നു. എക്സോസ്റ്റഡാണ് രാജേഷ്, എക്സോസ്റ്റഡാണ്. ചൂടാക്കിയെടുത്ത് വയ്യ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു സേമിയ പായസം ഉണ്ടാകണം. ഇത് അച്ഛൻ്റെ വകയുള്ള പണിയായിരുന്നു. ഇതിൻ്റെ എല്ലാവരുടെ ഇടയ്ക്ക് അച്ഛന് പായസവും കുടിക്കണമെന്ന്. അപ്പോൾ ഞങ്ങൾ ഇനി ഇതും ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് പായസത്തിനുള്ള ആക്കുന്നുണ്ട്. ചിക്കനുള്ള ഉള്ളി സോർട്ട് ചെയ്യുന്നുണ്ട്. രാജേഷ് എന്തിനോ പാൻ ഓൺ ആക്കിയിട്ടുണ്ട്. ചിക്കൻ കട്ട്ലറ്റ് ഈസ് ഓൺ ദ വേ. ബാക്കി ഐറ്റംസ് എല്ലാം ഓൾമോസ്റ്റ് ആയി. നമ്മൾ കുക്കിംഗ് ലാസ്റ്റ് ഫൈനൽ റൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. എക്സോസ്റ്റഡ് ആയിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇരിക്കുന്നത്. ദിസ് ഈസ് അവർ ചിക്കൻ കട്ട്ലറ്റ്, ഇത് ചിക്കൻ പാരറ്റ്, ഇത് ചിക്കൻ റോസ്റ്റ്. ഇത് മൂന്നും ആക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എക്സോസ്റ്റഡ്. രാജേഷിൻ്റെ ഫേസൊക്കെ ഗ്ലോ ചെയ്യുന്നു തളർന്നിട്ട്. എല്ലാം ആക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് തളർന്നു പോയി. എന്നിട്ട് കഴിഞ്ഞില്ല, ഒരു സാധനം ഇപ്പോഴും സ്റ്റിൽ അടുപ്പത്തിരിക്കുകയാണ്, സേമിയ പായസം. അതോടുകൂടി നമ്മുടെ ദീപാവലി ഖതം. അതൊരു അയക്കാൻ കാണിച്ചതല്ല, ഞാൻ അതാവുന്ന കാണിച്ചത്. കമോൺ. ഇവിടെ നേരെ പായസം ഇങ്ങനെ ആവാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ ആയിക്കഴിഞ്ഞാൽ ഇന്നത്തെ എല്ലാ കുക്കിങ്ങും കഴിഞ്ഞ് നമ്മൾ സ്വസ്ഥം സുഖം ശുഭനിദ്ര. പായസോടായിട്ട് നമുക്ക് കഴിക്കാം. അമ്മയ്ക്ക് ഞങ്ങളുടെ ആ സ്മാർട്ട് കുക്കിങ്ങിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ? എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. എന്താ? എനിക്കൊന്നും ചെയ്യണ്ടായിരുന്നു. ഓ മൈ ഗോഡ്, അതൊരു സംഭവമായിരുന്നു. ഇപ്പൊ എന്തെടുക്കുന്നത്? ഏലക്ക. അപ്പൊ ദീപാവലി അടിപൊളിയല്ലായിരുന്നോ? നമുക്ക് വൈകിട്ട് വരെ പടക്കം ഒന്നും പൊട്ടിക്കാൻ പറ്റില്ല, നല്ല മഴയായിരുന്നു. അതാ, അന്നേരം ഇനി നമുക്ക് പായസോടെ കഴിച്ചാൽ ഉറങ്ങാമല്ലേ? അതെ അല്ലേ? അതെ. പാത്രം കഴിയുണ്ടായിരുന്നു, എൻ്റെ അനിയൻ എല്ലാ പാത്രവും കഴുകി വെച്ചൊരു മാതൃകയായിരിക്കുകയാണ് ഈ വട്ടം. അപ്പം നമുക്കിതെല്ലാം അടച്ചു വെക്കാം. ഇത് 2 ഫ്രിഡ്ജിൽ കയറാനുള്ള സാധനമാണ്, നമുക്ക് കഴിക്കാനുള്ളതാണ്. ഇതിൻ്റെ രാജേഷിൻ്റെ വക സ്പെഷ്യൽ ഒരു സംഭവമാണ് ഈ സോസ്. ബീട്രൂട്ട് സോസും ചിക്കൻ കട്ട്ലറ്റുമാണ് നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്നത് വിത്ത് പായസം. ഓക്കെ, ലെറ്റ്സ് സീ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അങ്ങനെ ലാസ്റ്റ് റൗണ്ട് ഓഫ് പരിപാടിയായ പായസവും ഇവിടെ ആയിട്ടുണ്ട്. ഇതെൻ്റെ ഫേവറേറ്റ് പായസമാണ് സേമിയ. ആർക്കൊക്കെയാണ് സേമിയ പായസം ഇഷ്ടം? കമൻറ്റ് ബിലോ. അപ്പോൾ നമുക്കിനി കഴിക്കാം. ഫസ്റ്റ് ടൈം ആ രാജേഷ് കുക്ക് ചെയ്തൊരു സാധനം ഞാൻ കഴിക്കുന്നത്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറയാം അടിപൊളിയായിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം നമുക്ക് ബീഫ് കട്ട്ലറ്റ് ആക്കണം. അപ്പോൾ നമ്മളിങ്ങനെ മോട്ടിവേറ്റ് കൊടുക്കണം, പിള്ളേരൊക്കെ ഉണ്ടാക്കി തരട്ടെ ഭക്ഷണമൊക്കെ. അങ്ങനെ അജിനോട് വന്നിട്ട് നമ്മൾ 3 പേരുടെ കഴിക്കായിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ. ഇനി നമുക്ക് കഴിക്കാൻ കുറേ സാധനങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇന്നലത്തെ കുറച്ച് ജിലേബി ലഡുവുമുണ്ട്, അതും നമുക്ക് കഴിക്കണം. ഇനി പായസം കുടിക്കണം. അങ്ങനെ സേമിയ പായസത്തോടു കൂടി നമ്മുടെ വ്ളോഗ് ഇന്ന് അവസാനിക്കുകയാണ്. വലിയൊരു വ്ളോഗായിരുന്നു ദീപാവലി വ്ളോഗ്. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.